തമിഴ്നാട്ടിലെ കരൂരിൽ കണ്ടത് രാജ്യം നടുങ്ങിയ ദുരന്തം. സംഘാടകരുടെ പിടിപ്പുകേടിൽ പൊലിഞ്ഞത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ളവർ. സമാനതകളില്ലാത്ത അനാസ്ഥയുടെ ഇരകൾ. തമിഴക രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത അധ്യായം. സിനിമയിലെ നായകൻ രാഷ്ട്രീയത്തിൽ വില്ലനായും. നവവധൂവരന്മാരടക്കം പൊലിഞ്ഞുപോയ ജീവിതങ്ങൾക്ക് ആരുത്തരം പറയും? താരപ്രഭയിൽ തമിഴകം പിടിക്കാനിറങ്ങിയ ഇളയ ദളപതിക്കുണ്ടായ വൻ തിരിച്ചടിയാണ് കരൂർ. കൺമുന്നിൽ തന്നെ പ്രതി കൊടിയ ദുരന്തമുണ്ടായിട്ടും വിജയ് എന്താണു ചെയ്തത്? സ്വന്തം കാര്യം നോക്കി മുങ്ങിയ നേതാവിനെ എന്തു വിളിക്കണം? മരിച്ചു മരവിച്ചു കിടക്കുന്നവർക്ക് മുകളിൽ കൂടി വിമാനത്തിൽ പറന്നു പോവുകയെന്നത് നായകർക്ക്, പോകട്ടെ മനുഷ്യന് ചേർന്നതാണോ? സിനിമയിൽ ജനസേവകനും ഏഴൈത്തോടനുമായി തിളങ്ങിയ താരം ജീവിതത്തിൽ ഇത്ര സ്വാർത്ഥനാകാമോ? குடும்பத்தை யாரு பாக்குறா சொல்லுங்க சார். அந்த 50,000 குடும்பத்தோட குழந்தை குட்டியை யாரு பாக்குறது சொல்லுங்க சார். மக்களுக்கு நாமக்கல்ல பேச சொல்லி பொதுக்கூட்டம் போட சொல்லி இது பண்ணிருக்காங்க, பேச சொல்லிருக்காங்க. 8:45 பேச சொல்லிருக்காங்க. அப்ப 8:45 நீ சென்னையில கிளம்புனீனாக்கா அப்ப வேணும்னே கூட்டத்தை கூட்டணும்னு அந்த வேலை சரியா? நீ அரசியல் பண்ண வேணான்னு சொல்லுங்க, அரசியல் பண்ணுங்க வேணான்னு சொல்ல. அதுக்காக கூட்டத்தை கூட்டி இந்த மாதிரி நெருக்கடி பண்ணி மற்றவங்களுக்கு மாசு காட்டி மற்றவங்க இருக்கிறவங்க எல்லாம் சாக வச்சு நீங்க அரசியல் பண்ணுங்கிறது என்னங்க இருக்குது? அப்பாவே இல்லைங்களா? என் பிள்ளைல விஜய் இங்க கட்சி கூட்டிட்டு வந்து நான் என் பிள்ளைல 2 பிள்ளைல இறந்துட்டேன். என் 2 பிள்ளைங்களும் போயிருச்சு. கஷ்டப்பட்டு கடைசியில விஜய் பார்க்க வந்து 2 பிள்ளைங்களும் போச்சு. തമിഴക വെട്രിക്കഴകമെന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ജനങ്ങളെ കൂട്ടിത്തുടങ്ങിയപ്പോൾ തന്നെ മദ്രാസ് ഹൈക്കോടതി പറഞ്ഞതാണ് ഇത്തരം ആൾക്കൂട്ടം ദുരന്തം വിളിച്ചു വരുത്തില്ലേ എന്ന്. പക്ഷേ വിജയ് തന്റെ പര്യടനം തുടർന്നു. ഫലമോ? അടുത്ത കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ പരിപാടിക്കിടെയുണ്ടായ ഏറ്റവും വലിയ അപകടം. பாடி போகுது 8 கண்ணு முன்னாடி போகுது. തമിഴ്നാട്ടിലെ കാർഷിക മേഖലയാണ് കൊങ്കുനാട് മേഖലയിൽ വരുന്ന കരൂർ. വാഴയും വെറ്റിലയും കൃഷി ചെയ്യുന്നവരാണ് ഏറെയും. രാഷ്ട്രീയമായി നോക്കിയാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ അണ്ണാ DMKയുടെ ശക്തി കേന്ദ്രം. ജില്ലാ സെക്രട്ടറിയായ സെന്തിൽ ബാലാജി കൂറുമാറിയതോടെ മേഖല DMKയുടെ കയ്യിൽ. അവിടേക്കാണ് വിജയ് അശ്വമേധത്തിനിറങ്ങിയത്. കോയമ്പത്തൂർ ട്രിച്ചി ദേശീയപാതയിലെ കരൂർ ബൈപ്പാസ്. TVKയുടെ പരിപാടി നിശ്ചയിച്ചത് രാവിലെ 8:45. ജനം അതിനു മുൻപേ റോഡിലിടം പിടിച്ചു. പൊരിവെയിലത്ത് വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ അവർ മണിക്കൂറുകൾ കാത്തിരുന്നു. താരത്തിന്റെ വരവ് അനന്തമായി നീണ്ടതോടെ ജനക്കൂട്ടവും വർദ്ധിച്ചു.
വെയിൽ താഴ്ന്നതോടെ കരൂർ ബൈപ്പാസ് അക്ഷരാർത്ഥത്തിൽ ജനസാഗരം. ഒടുവിൽ വിജയ് തന്റെ സിംഹാസനത്തിൽ എഴുന്നള്ളിയപ്പോൾ സമയം രാത്രി 7:30. വെള്ളിത്തിരയിലെ മിന്നും താരത്തെ അടുത്തുനിന്ന് കാണാനായി ജനങ്ങൾ തിക്കിത്തിരക്കി. മരത്തിനു മുകളിലും ഇലക്ട്രിക് പോസ്റ്റിലും കെട്ടിടങ്ങൾക്ക് മുകളിലുമൊക്കെ കയറിക്കൂടി. അങ്ങനെ മണിക്കൂറുകൾ അക്ഷമരായി കാത്തിരുന്നവർക്കിടയിലേക്ക് വലിയ കാരവാൻ കയറ്റിയതോടെ ജനങ്ങൾ തിക്കിത്തിരക്കി വീഴാൻ തുടങ്ങി. ജഗദീഷ്, ഉടനെ ഒരു ആംബുലൻസ് കൂട്ടിരുപ്പാ. എന്നപ്പാ? കമ്മിങ് ആംബുലൻസ് വരുത്. ദുരന്തത്തിന്റെ തുടക്കമായിരുന്നു അത്. ജനക്കൂട്ടത്തെ കണ്ട ആവേശത്തിൽ ഇളയ ദളപതിയുടെ പ്രസംഗം തുടങ്ങിയതോടെ തിക്കും തിരക്കും കൈവിട്ടുപോയി. അതിനിടയിൽ ആംബുലൻസ് കൂടി വന്നതോടെ തിരക്കിൽപ്പെട്ട് നിരവധി പേർ താഴെ വീണു. പരിഭ്രാന്തരായ ജനക്കൂട്ടം അവർക്ക് മുകളിലൂടെ ഓടി. സ്ഥിതി കൈവിട്ടുപോയി. ആ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തേണ്ട നേതാവ് രായ്ക്കുരാമാനം സ്വന്തം സുരക്ഷ മാത്രം നോക്കി കരൂരിൽ നിന്ന് മുങ്ങി. തിക്കിലും തിരക്കിലും പെട്ട് ജനങ്ങൾ മരിച്ചതായി വാർത്ത വന്നുവെങ്കിലും താരം യാത്ര മാറ്റിയില്ല. മരണസംഖ്യ ഉയർന്നുകൊണ്ടേയിരുന്നു. പാർട്ടി നേതാവ് തിരുച്ചിറപ്പള്ളി വിമാനത്താവളത്തിലെത്തുമ്പോൾ മരണസംഖ്യ 30 കടന്നു. മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ, ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ ഇളയ ദളപതി വിമാനത്തിൽ കയറി. ഈ സമയം സംസ്ഥാനത്തെ 2 മന്ത്രിമാർ ദുരന്തഭൂമിയിലെത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടുകയും ചെയ്തു തുടങ്ങി. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രാത്രി 10 മണിയോടെ സെക്രട്ടേറിയറ്റിലെത്തി അടിയന്തര മന്ത്രിസഭായോഗം ചേരുകയും അപകടത്തിൽപ്പെട്ടവർക്കുള്ള ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു. இந்த துயரமான சம்பவத்தில் மரணமடைந்திருக்கக்கூடிய அந்த குடும்பத்திற்கு ஒவ்வொருவருக்கும் தலா 10 லட்சம் ரூபாய் வழங்கப்படும். அது முதலமைச்சர் பொது நிவாரணத்திலிருந்து வழங்கப்படும் என்று ஏற்கனவே அறிவித்திருக்கிறேன். காயமடைந்து மருத்துவமனை சிகிச்சைக்கு அனுமதிக்கப்பட்டிருக்கக்கூடிய அவர்களுக்கு தலா 1 லட்சம் ரூபாய் வழங்கப்படும் என்று அறிவிக்கப்பட்டிருக்கிறது. மரணமடைந்திருக்கக்கூடிய அந்த குடும்பத்தை சார்ந்தவர்களுக்கெல்லாம் மீண்டும் ஆறுதலை தெரிவித்துக் கொள்கிறேன். காயமடைந்தவர்கள் விரைவிலே குணமடைய வேண்டும் என்றுം என்னுடைய ആശയം വെളിപ്പെടുത്തുகிறேன். നന്ദി. പിന്നാലെ അദ്ദേഹം അർദ്ധരാത്രി തന്നെ കരൂരിലേക്ക് പുറപ്പെടുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ട് അന്വേഷിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചു. പോലീസ് TVK ജില്ലാ സെക്രട്ടറിയെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തു. പരിപാടി സംഘടിപ്പിച്ച വിജയ് ആകട്ടെ ഈ സമയം ചെന്നൈയിൽ വിമാനമിറങ്ങി നിലാങ്കരയിലെ വീട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. പ്രതികരണത്തിനായി അവിടെ കാത്തിരുന്ന മാധ്യമപ്രവർത്തകരോട് ഒരു വാക്കുരിയാടാതെ സ്വന്തം ബോഡിഗാർഡുകളുടെ സുരക്ഷയിൽ താരം വീട്ടിലേക്ക്. സംഘാടകരായ TVK ഒഴികെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെല്ലാം കരൂരിലേക്ക് തിരിക്കുമ്പോഴായിരുന്നു വിജയുടെ ഈ നടപടി. അപ്പോഴേക്കും പ്രധാനമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും രജനീകാന്തും കമൽഹാസൻ അടക്കമുള്ളവരുമൊക്കെ ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തുകയും തമിഴ്നാട് സർക്കാരിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയുമുണ്ടായി.
ആശുപത്രിയിലെത്തിയ മന്ത്രി അൻപിൽ മഹേഷ് ദുരന്തത്തിനിരയായവരുടെ അവസ്ഥ കണ്ട് വിങ്ങിപ്പൊട്ടുന്നതും മുൻമന്ത്രി സെന്തിൽ ബാലാജി ആശ്വസിപ്പിക്കുന്നതും അടക്കമൊക്കെ ലോകം കണ്ടു. കേന്ദ്രമന്ത്രി എൽ മുരുകനും ஆஸ்பத்திரியிலெத்தி ஸ்திதிகதிகள் விலையிருத்தி. கரூர்லேருந்து வர செய்திகள் மிகவும் கவலைக்குரிய செய்திகளாக இருந்து கொண்டிருக்கிறது. இந்த நேரத்தில் பாதிக்கப்பட்ட குடும்பங்களுக்கு நாம் அனைவரும் உறுதுணையாக இருக்க வேண்டும். இரண்டாவது, அங்கு என்ன நடந்திருக்கிறது என்பதை இன்னும் முழுமையாக நமக்கு தகவல்கள் வரும்பொழுது தான் இன்னும் நமக்கு முழுமையான தெரியும். இப்போதைக்கு நாம் அங்கு பாதிக்கப்பட்ட மக்களிடத்தில் இருப்போம். உடனடியாக அந்த பகுதியில் இருக்கின்ற எங்களுடைய பாரதிய ஜனதா கட்சியினுடைய நிர்வாகிகள்கிட்ட நான் கேட்டிருக்கிறேன். அங்கே கலெக்டருக்கு இப்போ கேட்டிருக்கேன் அங்கே என்ன நடந்திருக்குது என்பதை. உடனடியாக அங்கே இருக்கிற தகவல்கள் எதுவாக இருந்தாலும் நம்ம இப்பொழுதைக்கு அது நமக்கு மிகவும் வருத்தத்தை கொடுப்பது கவலைக்குரிய செய்திகளாக இருக்கிறது. ജ്യോതിമണി എന്ന MP വിമാനത്താവളത്തിലേക്ക് ഓടി വരുന്നതും ടിക്കറ്റ് ചെക്കിങ്ങിന് പോലും സമയം കൂടുതൽ എടുക്കരുതെന്ന് തിടുക്കപ്പെടുന്നതും നമ്മൾ കണ്ടു. എന്നിട്ടും വിണ്ണിൽ നിന്നിറങ്ങാത്ത താരത്തിന് മണ്ണിനെ മനസ്സിലായിരുന്നില്ല. അപ്പോഴേക്കും മലയാളത്തിലെ ആദ്യ മാധ്യമ സംഘം മാതൃഭൂമി ന്യൂസിലെ ബിജു ഭാസ്കറും ഹരീഷും കരൂരിലെത്തിയിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ കാണേണ്ടി വരുന്നു എന്ന് അതീവ ഒന്നും പറയാം. കാരണം ഈ അർദ്ധരാത്രി പോലും ഇങ്ങനെ കാണേണ്ടി വരുന്നു. കുട്ടികളെ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക്, ഇങ്ങനത്തെ ഉള്ള ഒരു പ്രൊസഷൻ പരിപാടിയിൽ കൊണ്ടുവരരുത്. ഒടുവിൽ അർദ്ധരാത്രി വിജയ് എക്സിൽ കുറിച്ചു, എന്റെ ഹൃദയം നുറുങ്ങുന്നുവെന്ന്. ദുരന്തം താങ്ങാനാവുന്നില്ല എന്നും. ആ വാക്കുകൾക്ക് എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് കാലം തെളിയിക്കണം, അല്ലെങ്കിൽ വിജയ് തെളിയിക്കണം. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അർദ്ധരാത്രി തന്നെ കരൂരിലെത്തി. இந்த சம்பவத்துல மொத்தம் 39 உயிர்கள் இதுவரைக்கும் நம்ம இழந்திருக்கிறோம். இதுல ஆண்கள் 13 பேர், பெண்கள் 17 பேர், ஆண் குழந்தைகள் 4 பேர், பெண் குழந்தைகள் 5 பேர். இத்தனை பேரை இழந்த துயரமான சம்பவம் என்பது இதுவரை நடக்காதது, இனிமேல் நடக்கக்கூடாதது. மேலும் 51 பேர் தீவிர சிகிச்சை பிரிவில் அனுமதிக்கப்பட்டு சிகிச்சை பெற்றுக் கொண்டிருக்கிறாங்க. அதுல 26 பேர் ஆண்கள், 25 பேர் பெண்கள். இவங்க எல்லாரும் விரைவில் குணமடைந்து நலமடைந்து விரைவில் வர வேண்டும் என்று நான் நம்புகிறேன். வருவார்கள் என்று நிச்சயமாக நான் நம்புகிறேன். തൊട്ടു പിന്നാലെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ വിദേശയാത്ര ഇടയ്ക്ക് വെച്ച് നിർത്തി കരൂരിലെത്തി വേദനിക്കുന്നവർക്കൊപ്പം നിന്നു. இந்த சோகத்தில் இருந்ததுனால அவரால் தாங்க முடியல. நேற்று என்னோட தொலைபேசி தொடர்ந்து பேசியிருந்தார். நான் ஒரு 4 நாட்கள் ஓய்வுக்காக வெளிநாட்டில் இருந்தேன், குடும்பத்தோட வெளிநாட்டில் இருந்தேன். என்னிடத்திலையும் தொடர்பு கொண்டு மிகுந்த வேதனையோட பேசிட்டு இருந்தார். இறந்த 39 பேர்ல பெண்கள் 17 பேர், ஆண்கள் 13 பேர், குழந்தைங்க 9 பேர் இறந்திருக்கிறாங்க. இந்த அரசு எப்போதுமே அவங்களுக்கு துணை நிற்கும். நம்ம எவ்வளவு ஆறுதல் சொன்னாலும் ஒரு தவிர்க்க முடியாத அவங்களுக்கு எந்த விதமான அவங்களுடைய இழப்புக்கு அளவீடே கிடையாது. அவ்வளவு பெரிய இழப்பு இது. அரசு சார்பாக என்னென்ன செய்ய முடியுமோ செஞ்சிருக்கிறோம். കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി സംസാരിക്കുകയും ചീഫ് സെക്രട്ടറിയോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. നേരം വെളുത്തുവെങ്കിലും വിജയ്ക്ക് കരൂരിലേക്ക് പോകണം എന്നു മാത്രം തോന്നിയില്ല. ഈ സമയം കേസിനെ എങ്ങനെ നേരിടാമെന്ന് നിയമവിദഗ്ധരുമായി ആലോചിക്കുകയും സ്വതന്ത്ര അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്യുകയായിരുന്നു. തന്റെയും തന്റെ പാർട്ടിയുടെയും വീഴ്ചയെന്തെന്ന് അദ്ദേഹം അപ്പോഴും തിരിച്ചറിയുന്നില്ല. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ മറ്റു രാഷ്ട്രീയക്കാർ എങ്ങനെ പെരുമാറുന്നുവെന്നെങ്കിലും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നയാൾ മനസ്സിലാക്കേണ്ടതല്ലേ? തന്റെ സംസ്ഥാന പര്യടനം തുടങ്ങിയപ്പോൾ വിജയുടെ പ്രധാന പരാതി ഇതായിരുന്നു. என்ன நாங்க பெருசா கேட்டுட்டோம், மக்கள் நிம்மதியா ஃப்ரீயா நின்னு பாக்குறதுக்கு ஒரு இடம், அதை நாங்க தேர்வு செஞ்சு அதுக்கு பர்மிஷன் கேட்கிறோம். ஆனா நீங்க என்ன பண்றீங்க, அந்த இடத்தையெல்லாம் விட்டுட்டு நெருக்கடியோட, மக்கள் நெருக்கடியோட எங்கெல்லாம் நிப்பாங்களோ அந்த இடமா பார்த்து സെലക്ട് பண்ணி തരീங்க. உங்க எண்ணம் தான் என்ன சார்? എന്നാൽ കരൂരിൽ സംഭവിച്ചത് എന്തായെന്ന് തമിഴ്നാട് DGP വ്യക്തമായി പറയുന്നുണ്ട്. ആർക്കാണ് വീഴ്ചയെന്നും എന്തൊക്കെയാണ് വീഴ്ചയെന്നും. இதுல பர்மிஷன் கேட்டது காலையில 3ல இருந்து மதியம் 3ல இருந்து 10 மணி வரைக்கும் தான் பர்மிஷன். அந்த தமிழக வாழ்வுரிமை கட்சி ட்விட்டர்ல, அவங்க ஹெட் குவார்டர்ஸ் ட்விட்டர்ல 12 மணிக்கு வருவாருன்னு போட்டிருந்தாங்க. 11 மணில இருந்து உங்களுக்கு கூட்டம் வர ஆரம்பிச்சிருது. கடைசியா இவர் வரும்போது 7:40. ஆமா, தமிழக வெற்றி கழகம் தான். என்ன
கடைசி அவங்க வரும்போது 7:40 ஆயிடுது. அதனால காலையில 11-12 சேர்ந்த கூட்டம் அங்கேயே இருந்தது. அவங்களுக்கு போதுமான அளவு தண்ணி, சாப்பாடு இதெல்லாம் இருக்காது இந்த വെയിൽ നിലമേല. താരപ്രഭയിൽ തമിഴകത്തിന്റെ അധികാരം പിടിക്കാമെന്നുള്ള വിജയുടെ മോഹത്തിനുമേൽ കരിനിഴൽ വീഴ്ത്തിയ പിഴവുകളുടെ പരമ്പരയായിരുന്നു കരൂരിലെ പരിപാടി. വലിയ ജനക്കൂട്ടത്തെ സംഘടിപ്പിക്കുമ്പോൾ ജാഗ്രത വേണമെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ പോലും കാറ്റിൽ പറത്തിയായിരുന്നു സംഘാടനം. സ്ഥലത്തിന്റെ തിരഞ്ഞെടുപ്പ് മുതൽ സുരക്ഷാ മുൻകരുതൽ വരെ പിഴവുണ്ടായിട്ടുണ്ട്. പരിപാടിക്ക് വിജയ് എത്താൻ വൈകിയതും ദുരന്തത്തിന് കാരണമായി. விஜய் அவர்கள் அந்த கூட்டத்தில் பேசிட்டு இருக்கும்போது இடையில ஆம்புலன்ஸ் வருது. முன்கூட்டியே பல ஆம்புலன்ஸ் நிறைந்து சைலண்ட்ல ஒளியில் வந்துகிட்டு இருக்கும்போது அவர் சொல்றாரு, எதுக்கு இந்த ஆம்புலன்ஸ் வருதுன்னு அவர் அந்த கூட்டத்திலேயே பேசுறது தொலைக்காட்சியில பார்த்து இதெல்லாம் ஒரு சந்தேகம் இருக்குது. ചെറിയ സ്ഥലത്ത് വലിയ ജനക്കൂട്ടത്തെ വിളിച്ചു വരുത്തിയത് ഒന്നാമത്തെ പിഴവ്. രാവിലെ 8:45 നിശ്ചയിച്ച പരിപാടിക്ക് 10 മണിക്കൂർ വൈകിയെത്തിയത് രണ്ടാമത്തെ വീഴ്ച. പൊരിവേലത്ത് മണിക്കൂറുകൾ കാത്തിരുന്നവർക്ക് വെള്ളമോ ഭക്ഷണമോ നൽകാതിരുന്നത് മൂന്നാമത്തെ വീഴ്ച. വൻ ജനക്കൂട്ടത്തെ കണ്ടിട്ടും അവർക്കിടയിലേക്ക് കാരവാൻ കടത്തിക്കൊണ്ടുവന്നത് നാലാമത്തെ വീഴ്ച. അപകടകരമായ വിധത്തിൽ മരങ്ങൾക്ക് മുകളിൽ വരെ കയറിയിരുന്നാണ് ജനങ്ങൾ വിജയ് ഒന്ന് കാണാൻ കാത്തിരുന്നത്. അത്തരമൊരു മരം ആൾത്തിരക്കിനിടയിൽ തകർന്നു വീണു. നിരവധി പേർക്ക് ആ വീഴ്ചയിൽ പരിക്കേറ്റു. இந்த மரத்து மேலதான் நின்றுருக்காங்க. இங்க விழுந்து இங்க பாருங்க, ஒரு பால் பாட்டில் ஒன்று இருக்குது பாருங்க. குழந்தைகளோட பால் பாட்டில் காட்டுறவாங்க. சின்ன சின்ன குழந்தைங்க வந்திருக்குது. இங்க பாருங்க, அந்த செப்பல்லாம் பாத்தீங்கன்னா சின்ன குழந்தைகளோட செருப்பு. മരത്തിന്റെ മുകളിൽ വിജയ് കാണാനായി മരത്തിന്റെ മുകളിൽ കയറി ആ മരം ഒടിഞ്ഞു വീണ് കുറെ പേർക്ക് നിലത്ത് വീണ് ജീവൻ നഷ്ടമായി. இந்த இடத்துக்கு 10,000 பேர் நிக்கிறான். பஸ் உள்ள வந்தோடனே 2 சைடு ஒதுங்குறான். 2 பக்கம் அந்த கரெக்ட் செக்யூர் ஒட்டி போயிட்டாங்க. மக்கள் எல்லாம் ஒட்டி போயிட்டாங்க. அது கீழே விழுவும் எல்லாம் வந்து ஓடியாந்துட்டாங்க. கரூர்ல வந்து மிகப்பெரிய ஒரு நாளைக்கு ஒரு 50,000 பேர் வருவான் சனிக்கிழமை. அவன் பூரா அங்க வந்துட்டான், உள்ள வந்துட்டான். அவன் டான்ஸ் போர்ட்ல எல்லாம் ஏறிட்டான். அதுக்காக வந்து ஈபில இங்கே ஆள் போட்டு செவுத்து மலை அவன் கட் பண்ணிட்டு அப்புறம் போடுறாங்க. ஆமா, ஈபில 5 பேர் சுத்தி நிறுத்தினாங்க வந்து ஏறக்கூடாதுன்னு சொல்லிட்டு. எல்லாம் அதுல சேர்த்துருப்பான். அதுல அந்த ஈபி மட்டும் கரண்ட் ஆப்பர்லன்னா இந்த 25 പേർ செத்துருப்பான். ജനം കുഴഞ്ഞു വീണപ്പോൾ അവർക്ക് കുടിവെള്ളം എറിഞ്ഞുകൊടുത്ത് മുങ്ങിയത് അഞ്ചാമത്തെ കാഴ്ച. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രമന്ത്രിയും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഒക്കെ കരൂരിലേക്ക് കുതിച്ചപ്പോൾ ദുരന്തം കാണാതെ സ്വന്തം കാര്യം നോക്കി ചെന്നൈയിലേക്ക് മടങ്ങിയത് ആറാമത്തെ വീഴ്ച. അതീവ സുരക്ഷയിൽ 300 കിലോമീറ്റർ താണ്ടി ചെന്നൈയിലെത്തിയിട്ടും ഒന്നും ഉരിയാടാതെ വീട്ടിലേക്ക് കയറിപ്പോയത് ഏഴാമത്തെ വീഴ്ച. ദുരന്തമുണ്ടായി 5 മണിക്കൂർ കഴിഞ്ഞ് ഹൃദയം നുറുങ്ങിയെന്ന് പറഞ്ഞതുകൊണ്ടോ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതിന്റെ ഇരട്ടിത്തുക ധനസഹായം പ്രഖ്യാപിച്ചതുകൊണ്ടോ ഈ വീഴ്ചകൾ ഇല്ലാതാകുന്നില്ല. ഇതല്ല രാഷ്ട്രീയ പ്രവർത്തനം വിജയ്. സിനിമയല്ല ജീവിതമെന്ന് ഇനിയെങ്കിലും അങ്ങ് മനസ്സിലാക്കണം. തിരക്കഥയിലെ ഡയലോഗല്ല രാഷ്ട്രീയമെന്ന് തിരിച്ചറിയണം. ഈ കാഴ്ച വിജയ് കാണണം. ജീവിതം തുടങ്ങും മുൻപേ ജീവൻ പൊലിഞ്ഞുപോയ 1.5 വയസ്സുകാരന്റെ കുടുംബത്തിന്റെ വിഷമം. என் குடும்பத்துல 4 நடந்திருக்கோம். ஏதோ தப்பி தவிர ஒன்னோட போயிடுச்சு. என் பிள்ளைங்களெல்லாம் ஒன்று கொண்டு போட்டு மிதிச்சு எல்லாம் ஆஸ்பத்திரியில் கிடக்குறாங்க. ஒன்று வாரி கொடுத்துட்டேன். என் குடும்பம் ரொம்ப என்ன வாயில்லாத பிள்ளைய கட்டி வச்சேன். அது போல அடுத்தவங்க கொடுத்தா என்ன நாசமாயிருமென்று நான் எடுத்தேன். நான் வளர்த்தேன், நான் பார்த்துக்கிட்டு இருக்கிறேன். அந்த பையன் இவனு திடீர்னு இந்த மாதிரி ஆகுன்னு இந்த கூட்டத்தில் போய் அந்த பழி வந்து கொண்டாந்துட்டாங்களே. என் பேரன என் பேரனை கொண்டுட்டாங்களே. எனக்கு என்ன வரும் இப்ப திருப்பி வருமா என் பேர? വളരെ വേദനയുള്ള പ്രതികരണം തന്നെയാണ്. 1.5 വയസ്സുകാരൻ വിക്രമുമായി കുടുംബം ഇന്നലെ ഈ വിജയെ കാണാൻ വേണ്ടി 1.5 വയസ്സുകാരനൊത്ത് പോയതായിരുന്നു. അവിടെ വെച്ചാണ് ഈ 1.5 വയസ്സുകാരനെ നഷ്ടമാവുന്നത്, ജീവൻ നഷ്ടമാകുന്നത്. ആ ഒരു വേദന തന്നെയാണ് ഇവിടെ ഈ കരൂർ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളിലും തന്നെ ഈ ചുറ്റളവിലൊക്കെയുള്ള വീടുകളിലെ കാഴ്ച അത്യധികം വേദന. ഒരു നാട് ഒന്നാകെ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കരൂരിലെ സർക്കാർ ആശുപത്രി വരാന്തയിൽ മുഴങ്ങിക്കെട്ട ഒപ്പാരികളൊക്കെയും ഏതു മനുഷ്യന്റെയും ഹൃദയം തകർക്കുന്നതായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, പ്രതിശ്രുത വധൂവരന്മാർ, അങ്ങനെ എത്രയെത്ര സ്വപ്നങ്ങൾ റോഡിൽ ചവിട്ടിയരയ്ക്കപ്പെട്ടു. അടുത്ത മാസം കരൂരിലെ വീട്ടിൽ ഒരു കല്യാണ പന്തൽ ഒരുങ്ങേണ്ടതായിരുന്നു. അവിടെ വധൂവരന്മാരായി പുതിയ ജീവിതത്തിലേക്ക് കടക്കേണ്ട ആകാശും ഗോകുലശ്രീയും ഇന്നു ചേതനയേറ്റാണ് ആ വീട്ടിലേക്ക് എത്തിയത്. ജീവിതത്തിൽ ഒന്നിക്കുന്നതിന് മുൻപേ മരണം അവരെ ഒന്നിപ്പിച്ചു.
തങ്ങളുടെ പ്രിയ താരത്തെ നേരിൽ കാണാൻ കരൂരിലെത്തിയതായിരുന്നു ഇരുവരും. കരൂരിലാണ് റാലി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബന്ധുക്കൾ അവരെ പോകാൻ അനുവദിച്ചത്. അറിയാവുന്ന ഒരാളുടെ വീടിന് മുകളിൽ നിൽക്കാമെന്ന് പറഞ്ഞാണ് പോയത്. തിക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട് മരണത്തിലേക്ക് അവർ ഒന്നിച്ചു നടന്നു. ആളുകൾ ചവിട്ടി അരച്ചുവെന്ന് അമ്മ അലമുറയിട്ടു കരഞ്ഞു. நாங்க திருப்பி ஒரு அரை மணி நேரம் கழிச்சு பார்த்தா ஒண்ணுமே இல்லம்மா, போனமா கிடக்குது. என் பிள்ளையும் என் மாப்பிளையும் போயிட்டாருப்பா. அடுத்த மாசம் கல்யாணம். 2 பேருமே போயிட்டாங்க, 2 பேருமே செத்துட்டாங்க. அடுத்த மாசம் கல்யாணம்ப்பா, போயிட்டாங்கப்பா. இதுக்கெல்லாம் என்ன சொல்றது? മക്കൾക്കൊപ്പം വിജയെ കാണാനെത്തിയതായിരുന്നു ഹേമലത. എന്നാൽ സായി ജീവിക്കും സായി ലക്ഷ്മണയ്ക്കുമൊപ്പം ചേതനയേറ്റാണ് വീട്ടിലേക്ക് മടങ്ങുന്നത്. എത്രയെത്ര നിരപരാധികളായ മനുഷ്യരാണ് ആരുടെയൊക്കെയോ പിടിപ്പുകേടുകൾ കൊണ്ട് ഇല്ലാതെ പോയത്. ஒரு பாமரத்தால இடம் கொடுத்து அந்த விஜய் அந்த பேரை கொடுத்துட்டாங்க. அவன் உட்காந்துக்குவான்னா அவன் ஆம்பளை இன்னைக்கு வந்து 5000 பேர்த்த 5 லட்சம் பேர்த்த உட்கார வச்சான். ஒரு கொடியை பிடிங்கி போட்டாங்க, ஒரு கட்டாவை பிடிங்கி போட்டாங்க. ஒரு மனசாட்சி இல்ல. விஜய் தான் காரணம். என்னன்னா அவர் வந்ததுனால தான் இவ்வளோ பிரச்சனை நடந்துச்சு. மற்ற எந்த மாவட்டத்திலையும் இந்த மாதிரி நடக்கல. இந்த மாவட்டத்தில் நடந்தது காரணமே அவர் மட்டும்தான். அதனால அவருக்கு எழுந்து அவர் அரசு பண்ணி தலைமையோடு கேட்டுக்கொள்கிறேன். അതേസമയം വീഴ്ച വിജയുടെ മാത്രമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇന്റലിജൻസ് വീഴ്ചയുണ്ടായി എന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോഴും തുടക്കത്തിൽ കൈകഴുകുകയാണ് തമിഴ്നാട് പോലീസ്. എന്നാൽ വിജയ് പോലെ വലിയൊരു താരം പൊതുപരിപാടിക്ക് വരുമ്പോൾ തിക്കും തിരക്കും ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ട് ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. இதுக்கு முன்னாடி திருச்சியில் கூட்டம் வந்ததில்லை. ஸோ விஜய்க்கு எவ்வளோ கூட்டம் வரும் என்னங்கிறது உங்களுக்கு தெரியுமில்ல. அப்போ இவங்க என்ன பண்ணிக்கணும், அவங்களே கூட்டத்தை கேட்டிருந்தாலும் இவங்க பர்மிஷன் கொடுத்துக்கூடாது. உங்களுடைய கூட்டத்தை என்னால் கட்டுப்படுத்த முடியாது, இந்த இடத்துல நீங்கள் வேற இடத்த பாருங்க அப்படின்னு சொல்லியிருக்கணும். இல்லைன்னா பர்மிஷனே கொடுக்காம நிறுத்திருக்கணும். ஒரு ஸ்டார் அவரை பார்க்கணும், நேரில் பார்க்கணும், அதை குழந்தைங்களை காட்டணும் அப்படிங்கிற முறைக்கு தான் வர்றாங்க. அப்போ நீங்கள் என்ன பண்ணியிருக்கணும், ரோடு ஷோ அலோவ் பண்ணியிருக்கணும். ரோடு ஷோ அலோவ் பண்ணியிருந்தா அங்கங்கே குழந்தைங்களை காட்டிட்டு கையாட்டிட்டா போதும், அந்த குழந்தைங்க பார்த்துனா கூட்டிட்டு அப்படியே வீட்டுக்கு போயிடுவான். ടിവികെയുടെ സംസ്ഥാന നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിജയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമോ എന്ന ചോദ്യത്തിന് കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മറുപടി. உயர்நீதிமன்றத்தினுடைய ஓய்வு பெற்ற நீதிபதி தலைமையில ஆணையம் அமைக்கப்பட்டிருக்கு. அந்த ஆணையம் விசாரிச்சு முழுமையா சொல்றோம். இதுக்கிடையில நீங்க கேட்கிற மாதிரி அரசியல் நோக்கத்தோட எதையும் சொல்ல நான் விரும்பல. திருப்பி தான் சொல்ல போறேன். ஆனா ஆணையம் அதுக்காக அமைச்சிருக்கிறோம். இந்த ஆணையத்தின் மூலமாக உண்மை வெளிவரும். അത് ഉണ്മ വെളിവരുന്നവർ നിശ്ചയமாக ഉரிய നടപടിക്ക് എടുക്കപ്പെടും. വിജയ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ഒരുപക്ഷെ അത് വിജയ്ക്ക് അനുകൂലമായ സഹതാപ തരംഗമുണ്ടാക്കാനിടയുണ്ട്. നാളെ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുന്ന പരാമർശങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും വിജയുടെ തുടർ നീക്കങ്ങൾ. കോടതി പരാമർശങ്ങൾ സർക്കാരിന്റെ തുടർ നടപടികളെയും സ്വാധീനിച്ചേക്കും. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ചുള്ള നടപടികളിലേക്കില്ല എന്നാണ് സർക്കാർ നൽകുന്ന സൂചന. സ്വതന്ത്ര അന്വേഷണമാണ് വിജയ് ആവശ്യപ്പെടുന്നത്. പര്യടനത്തിനിടെ മനഃപൂർവ്വം വൈദ്യുതി തടസ്സപ്പെടുത്തിയെന്നും പോലീസ് ലാത്തിവീശിയെന്നും ടിവിക്കിടെ പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന ആരോപണമാണ് ടിവിക്ക് ഉയർത്തുന്നത്. വിജയ് എന്ന രാഷ്ട്രീയ നേതാവിനെ കാണാൻ വേണ്ടി മാത്രമല്ല ജനങ്ങൾ പൊതുസമ്മേളന വേദിയിലേക്ക് ഒരു പുഴ കണക്കെ ഒഴുകിയെത്തുന്നത്. വെള്ളിത്തിരയിലെ നായകനോട് ഒരു ശരാശരി തമിഴന് തോന്നുന്ന ആരാധനയെ അതിന്റെ പാരമ്യത്തിൽ മുതലെടുത്തത് തന്നെയാണ്. நான் ஏன் ஊருக்குள்ள வரணும்னு தடையின்னு எனக்கு தெரியல. உங்களுக்காகவும் உங்க ஊருக்காகவும் ഇനി ഉങ്ക വിട്ട് പിള്ളയാണ് നാണം. താരപരിവേഷം രാഷ്ട്രീയ പ്രചാരണത്തിന് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ വാക്കുകൾ മാത്രം മതി. വിജയ്ക്ക് മുൻപും ഒട്ടേറെ സിനിമാ പ്രവർത്തകർ തമിഴക രാഷ്ട്രീയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എംജിആറും കരുണാനിധിയും ജയലളിതയും കമൽഹാസനും ശരത് കുമാറും ഒക്കെ. ഇതിൽ എംജിആറും ജയലളിതയും കരുണാനിധിയും ദീർഘകാലം തമിഴകം ഭരിച്ചവരാണ്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ അവരെല്ലാം താരപ്രഭയിൽ തന്നെ നിൽക്കുകയായിരുന്നില്ല. സിനിമയിലെ ഡയലോഗുകൾ ജീവിതത്തിലും പകർത്തിയതുകൊണ്ടാണ് അവർക്കെല്ലാം ഭരണത്തിലിരിക്കാനും തിളങ്ങാനും സാധിച്ചത്. വിജയ് ചരിത്രം പഠിക്കണം. തന്റെ മുൻഗാമികളുടെ പ്രവർത്തനമെങ്കിലും അറിഞ്ഞിരിക്കണം.